അപ്പൊ വാജിബാത്ത് സുന്നത്തുകൾ നിർവഹിക്കുമ്പോ നല്ല ക്ഷമാപൂർവം നിർവഹിക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, നിക്കാഹിന്റെ സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, യാത്ര പോകുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വാഹനത്തിൽ കയറുമ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങി ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നിർവഹിക്കാൻ നല്ല ക്ഷമ സ്വീകരിക്കണം, നല്ല ക്ഷമ സ്വീകരിക്കണം. അത് സ്വന്തത്തിൽ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ക്ഷമയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊണ്ട് നടക്കാനുള്ള ഓരോന്നും അതാത് സമയത്ത് കൊണ്ട് നടക്കാനുള്ള സ്വബർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൃത്യമായിട്ട് കൊണ്ട് നടക്കുക, സ്വഹാബത്തെ കൊണ്ട് നടന്ന പോലെ ഒരു മിനിറ്റ് അവർ തെറ്റിക്കൂല, താബീങ്ങളൊക്കെ ചെയ്തതുപോലെ. അതങ്ങനെ തന്നെയാകണം എന്ന ഒരു കർശനമായ നിലപാട്, അതാണ് ആ സ്വബറിന്റെ അർത്ഥം. അങ്ങനെ ഞാൻ സ്വീകരിക്കുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള നിലപാട്. മൂന്നാമതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ പ്രയാസമില്ലേ, നല്ല ക്ഷമ പാലിക്കണം. ഒരുപാട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലത്തും അതനുസരിച്ച് പ്രയാസമുണ്ട്. അവിടെയാണ് നല്ല ക്ഷമ പാലിക്കേണ്ടത്. വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല ക്ഷമയുണ്ടോ, സ്വർഗത്തിലേക്ക് വേഗം ചെന്നു കയറാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ ഒരു ആറാബി വന്നു. ആ ആറാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ റമളാൻ മാസമൊക്കെ നോമ്പ് നോൽക്കുന്ന ആളാണ്, 5 വക്തും ഞാൻ നിസ്കരിക്കാറുണ്ട്, ഇതിലപ്പുറം ഞാനൊന്നും ചെയ്യാറില്ല. നമ്മളെ പോലെ റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കൽ 5 വക്ത് നിസ്കരിക്കും, ഇതിലപ്പുറം ചെയ്യാനൊന്നുമില്ല. നബിയെ സക്കാത്ത് കൊടുക്കണമെങ്കിലും സ്വതക്ക് കൊടുക്കണമെങ്കിലും ഞാനൊരു ഫക്കീറാണ്, കഴിവൊന്നുമില്ല. ഹജ്ജിന് പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഫക്കീറാണ്. ഞാൻ ഖിയാമത്ത് നാളായി കഴിഞ്ഞാല് ഞാൻ ഏത് വീട്ടിലായിരിക്കും? ഞാൻ സ്വർഗലോകത്തായിരിക്കോ അല്ല നരകത്തിലായിരിക്കോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിന്റെ ചോദ്യം കേട്ട് ചിരിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് നിർദ്ദേശിക്കാം, അത് നിർദ്ദേശിച്ചാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും. പക്ഷെ ആ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ട എന്താ അറിയുന്നത്? സുബറാണ്. എന്താ തങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നത്? ഇദാ ഹഫിൽത ഐനൈക അനിത്നൈൻ, 2 കാര്യങ്ങളിൽ നിന്ന് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലെത്താം. എന്താ 2 കാര്യങ്ങൾ? ഒന്ന്, അനിന്നദുരി ഇലൽ മുഹറമാത്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെ നീ സൂക്ഷിക്കണം, തടഞ്ഞു വെക്കണം. രണ്ടാമതായി വന്നദുരി ഇലൽ ഖൽഖി ബിഐനിൽ ഇഹ്തിഖാർ, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയിലേക്കും നിസ്സാരതയുടെ തരം താഴ്ത്തുന്ന നോട്ടം നീ നോക്കരുത്. ഒരു സൃഷ്ടിയെയും നീ ചെറുതായി കാണരുത്. അതൊരു പൂച്ചയാകട്ടെ, ഒരു നായയാകട്ടെ, ഒരു കുരങ്ങാകട്ടെ, ഏതാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന കണ്ണുകൊണ്ട് നീ നോക്കരുത്. അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ ഈച്ച, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ ഉറുമ്പ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിനക്ക് പ്രതികൂലമായിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും ഒറ്റ സൃഷ്ടിയെയും തരം താഴ്ത്തി കാണരുത്. ആ നോട്ടം നോക്കാൻ പാടില്ല. ഒരു നായനെ കാണുമ്പോ ഛേ നായ പറയാൻ പാടില്ല, നോക്കാൻ പാടില്ല. നിന്നെ നായനെ കാണുമ്പോ അങ്ങനെ നോക്കേണ്ട ആവശ്യം? നായ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, നല്ല നോട്ടം നോക്കിയാ പോരെ അതിനെ. ഒരാളിൽ എന്താണോ അനുകൂലമായിട്ടുള്ളത് അല്ലതിൽ നോക്കേണ്ടത്. അനുകൂലമായിട്ടുള്ളതാ നോക്കേണ്ടത്, പ്രതികൂലമായിട്ടുള്ളതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയി. ജനാസ നിസ്കരിക്കാൻ പോയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുസല്ലി അലൈഹി യാ റസൂലല്ലാഹ് ഫഇന്നഹു റജുലുൻ ഫാജിർ. അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യൻ നിസ്കരിക്കരുത്, അയാൾ ഒരു മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ഹൽ റആഹു അഹദും മിൻകും അലൽ ഇസ്ലാം, ഈ മനുഷ്യനെ ഇസ്ലാമിലായിട്ട് ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു. ഉടനെ ഒരാൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഇസ്ലാമികമായ ആൾ ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹറസ ലൈലത്തൻ ഫീ സബീലില്ലാഹ്, ഒരു രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുന്നോട്ട് നിന്ന് തങ്ങൾ നിസ്കരിച്ചു. ഖബറടക്കിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തങ്ങൾ മണ്ണ് വാരിയിട്ടു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഇന്നക ലാ തസ്അലൻ അഅമാലിന്നാസ്, ജനങ്ങളുടെ അമലുകളെ പറ്റി നിങ്ങൾ ചോദിക്കരുത്, അന്വേഷിക്കരുത്. വലാകിൻ തസ്അലു അനിൽ ഫിത്റാ, അവരിലുള്ള നല്ല സ്വഭാവങ്ങൾ, നല്ല വിഷയങ്ങളില്ലേ, അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് ചോദിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. നന്മയുണ്ടല്ലോ ഓരോ സൃഷ്ടികളിലും അള്ളാഹു വെച്ച നന്മ, ആ നന്മയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വീക്ക്നെസ്സുകളായിരിക്കും, അതല്ല കാണേണ്ടത്. നിങ്ങൾ നോക്കും, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ജനങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഒരു ചത്ത് കിടക്കുന്ന നായ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നോക്കിതാ എന്റെ പല്ല് നോക്ക്, നല്ല വെളുപ്പുണ്ടല്ലേ, ആ നായന്റെ പല്ല് കാണാൻ നല്ല വെളുപ്പുണ്ടല്ലേ. എന്താ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെ ചത്ത് കിടക്കുന്നതാണെങ്കിലും അതിലും കാണേണ്ടത് നല്ലൊരു കാഴ്ചയാണ്, ആ കാഴ്ച കാണേണ്ടത്. ഇത് ബാക്കിയുള്ളവരൊക്കെ മോശമാണ്, ഞാൻ മാത്രം ഉഷാറെന്ന് ചിന്തിച്ചാ പിന്നെ എങ്ങനെ നന്നാകുക? ആരിലേക്ക് നോക്കുമ്പോഴും വലുപ്പത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം. അള്ളാഹുവിന്റെ ഒറ്റ സൃഷ്ടിജാലങ്ങളെയും ചെറുതായി കാണരുത്. ചില പ്രാണികൾ കാണും സഹോദരങ്ങളെ, ചില സമയത്ത് ആ പ്രാണികൾ ശരീരത്തിൽ ഇങ്ങനെ അരിച്ചു പോയാൽ അവിടെ ഒരു വര കാണും. ഒന്ന് വാസനിച്ചു നോക്കിയാൽ ഒരു വാസനയുണ്ടാകും. അതിനോടും വെറുപ്പ് തോന്നാൻ പാടില്ല, അതും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ചിലതൊക്കെ വന്ന് ശരീരത്തിൽ ഇങ്ങനെ കടിക്കുമ്പോ നമ്മളെ ശ്രദ്ധ ഉണർത്താനാന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തോ ഒരു അശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് കൊതുക് വന്ന് കടിക്കുന്നത്. അതുകൊണ്ട് കൊതുകിനെയും നല്ല നോട്ടം കൊണ്ട് നോക്കിയാൽ മതി. അതുകൊണ്ടല്ലേ മഹാന്മാർക്കൊക്കെ ആ കാഴ്ചപ്പാടിൽ അവർ മുന്നോട്ടാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉദു എടുത്ത് രണ്ട് കൈയും പൊന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്, രണ്ട് കൈയും പൊക്കിയിട്ട്. അപ്പൊ ശിഷ്യൻ യാക്കൂബ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, ഉസ്താദ് എന്താ കുറെ നേരമായല്ലോ കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നത്? കൈ ഇങ്ങനെ വന്ന് പിടിച്ചപ്പോഴേക്ക് ശിഷ്യൻ കാണുന്നത് ഒരു കൊതുക് നല്ല ഫുള്ളാക്കിയിട്ട് അങ്ങനെ പാറിപ്പോയി. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ശബ്ബസ്ത അലാ ഹാദിഹി ളഈഫ, ഈ സാധുവായ ജീവിയെ നീ സ്വീപ്പാക്കിയല്ലോ, അത് അതിന്റെ ഭക്ഷണം എടുക്കുകയെന്ന് എന്റെ ശരീരത്തിൽ. ഒരു കൊതുക് രക്തം എടുത്താൽ എത്ര ലിറ്റർ രക്തം എടുക്കും? കുറച്ചല്ലേ എടുക്കുള്ളൂ. ആ കൊതുക് അതിന്റെ ഭക്ഷണം എടുത്ത് പോയിക്കോട്ടെ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ എന്നാണ് അവരുടെ ചിന്ത. കാരണം അവരുടെ നോട്ടം, അവരുടെ മനസ്സിലാക്കലൊക്കെ അങ്ങനെയാണ്. ഒരു നായ ഒരു വഴിക്ക് പോകുമ്പോ, ഒരു നായ ഒരു വഴിക്ക് വരുമ്പോ ആ നായക്ക് എന്താ നായ എന്റെ പിന്നിൽ വരാൻ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ, എന്താ നായ എന്റെ പിന്നിൽ? നമ്മളെ പിന്നാലെ ഒരു നായ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലത്തും എടുത്തു നോക്കും, ഒന്നുകിൽ വടി അല്ലെങ്കിൽ കല്ല്. ഇതിനെങ്ങനെങ്കിലും നാട്ടിൽ എന്തിനാപ്പത് വരുന്നത്? അത് സത്യത്തിൽ ഒന്നും ചെയ്യൂല, കാരണം അതിന്റെ വാലൊക്കെ ചുറ്റി നല്ല തവാലോടുകൂടെ വരുന്നത്. വാലൊക്കെ ചുറ്റിയിട്ടുണ്ട്, ഒന്നും ചെയ്യൂല എന്നുള്ളൊരു അടയാളാണ്. പിന്നെ എന്റെ പിന്നാലെ വരുന്ന എന്തിനാ? അപ്പോഴാണ് ആ നായ എങ്ങനെ നാവ് ഇങ്ങനെ മുന്നോട്ട് തൂക്കുന്നു, നാവ് അങ്ങോട്ട് വലിക്കുന്നു, മുന്നോട്ട് നോക്കും. പടച്ചോനെ, അതിന് വിശക്കുന്നുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. എന്തെങ്കിലും ഒരു കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് അങ്ങ് കൊടുത്താൽ നമ്മളെപ്പോലെ നമ്മൾ ആ സൃഷ്ടിയെയും പരിഗണിച്ചു എന്നാണ്. അതുകൊണ്ട് ആ ആറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്നാമത്തെ ഉപദേശം, നല്ല ക്ഷമ വേണം രണ്ട് കാര്യത്തിനും. നിന്റെ നോട്ടം, നീ രണ്ട് കാര്യങ്ങൾ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം. അതേ, ഒന്ന് ഹറാമുകളിൽ നിന്ന് നോട്ടത്തെ മാറ്റണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നിസ്സാരതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നതും നീ മാറ്റണം. നിന്റെ ഖൽബിനെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ സൂക്ഷിക്കണം. അനിൽ ഗുല്ലി വൽ ഹസദി, പകയുണ്ടാകാൻ പാടില്ല, പോരുണ്ടാകാൻ പാടില്ല,
വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. വൽ ഹസദി, അസൂയയിൽ നിന്നും കൽബിനെ സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവാ നേടിയെടുക്കേണ്ടത്. വഹഫിൽത ലിസാനക അനിസ്നൈൻ, നിന്റെ നാവിനെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം. അനിൽ കദിബി വൽ ഗീബ, കള്ളം പറയുന്നതിൽ നിന്നും ഗീബത്ത് പറയുന്നതിൽ നിന്നും നാവിനെ സൂക്ഷിക്കണം. ഈ 6 കാര്യങ്ങളും സൂക്ഷിച്ചാൽ തകൂനു മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം നിനക്ക് സ്വർഗത്തിലെത്താം. നീ സ്വർഗത്തിലാണ് എന്നല്ല പറഞ്ഞത്, എന്റെ കൂടെ നിനക്ക് സ്വർഗത്തിലെത്താം. സഹോദരങ്ങളെ, ഇവിടെ വേണ്ട ക്ഷമ ഏതാണ്? മൻഹിയാത്തിൽ നിന്ന്, വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്താനുള്ള ക്ഷമ വ്യക്തിപരമായി ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സബ്റു അലാ ശദാഇദിദ് ദുനിയാ വ ആഫാതിഹാ, ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ആപത്തുകൾ വരും. രോഗം അതിൽപ്പെട്ടതാണ്, ദാരിദ്ര്യം അതിൽപ്പെട്ടതാണ്, വരൾച്ച അതിൽപ്പെട്ടതാണ്, ഖൗഫും അതിൽപ്പെട്ടതാണ്. നല്ല ക്ഷമയോടെ കഴിയണം. പ്രതിസന്ധികൾ വരും. മുമ്പുള്ള മുൻഗാമികൾക്ക് വന്ന വിശപ്പോലും നമുക്ക് വിശപ്പൊന്നിട്ടില്ലല്ലോ. അവർ ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. ആ ക്ഷമയുടെ ഫലമായിട്ട് അല്ലാഹുത്തആല അവർ കൊടുത്തില്ല, ധാരാളം കൊടുത്തു. എത്ര സംഭവങ്ങളുണ്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിലും മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ. അവർക്കാവുന്ന വിശപ്പൊന്നും നമുക്ക് വന്നിട്ടില്ല. അത്രയും കഠിന വിശപ്പ് ദുനിയാവിലുള്ള ഒരു പരീക്ഷണമാണ്. വരൾച്ച വന്നെത്തിയാൽ സഹോദരങ്ങളെല്ലാം മുടങ്ങിപ്പോകും. ക്ഷമിക്കാനുള്ള നല്ല കഴിവ് വേണം. രോഗം വന്നാൽ നമ്മൾ തളർന്നു പോകും. ക്ഷമിക്കാനുള്ള കഴിവ് വ്യക്തിപരമായി സ്വീകരിക്കണം. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. ഞങ്ങൾക്ക് അമീറായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അമീറായി നിശ്ചയിച്ചു. ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘത്തെ, കച്ചവട സംഘത്തെ നേരിടാൻ, അഭിമുഖീകരിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പോകുമ്പോ ഞങ്ങള് 300 ചില്ലറ ആളുകളുണ്ട്. ഞങ്ങളെ കൂടെ കാര്യമായിട്ട് ഭക്ഷണമൊന്നുമില്ല. ഒരു കൊട്ടയിൽ കുറച്ച് കാരക്കയുണ്ട്, വേറെ ഒന്നുമില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓരോ കാരക്ക ഓരോ ടൈമിൽ തരും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കാരക്ക ഞങ്ങൾ എന്താ ചെയ്യാറുള്ളത്? കുട്ടികൾക്ക് സാധാരണ മധുര പലഹാരം കിട്ടിയാൽ കുറെ നേരം കുട്ടികൾ നാവിൽ വെച്ച് അതിന്റെ മധുരം ഊറ്റിയെടുക്കുന്നത് പോലെ ഞങ്ങൾ ഒരു കാരക്ക കൊണ്ട് ഒരുപാട് ഉമിനീരങ്ങനെ വലിച്ചെടുക്കും. ഒരു കാരക്കയാ രാവിലെ തരുന്നത്, മറ്റൊരു കാരക്കയാണ് വൈകുന്നേരം തരുന്നത്. കാര്യമായിട്ടുള്ള ഭക്ഷണം അതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കാരക്കയും തീർന്നുപോയി. സുബ്ഹാനല്ലാഹ്, വെള്ളവും തീരാനായി. കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം ഇടക്കിടക്ക് എന്തെങ്കിലും ഇലകൾ പറിച്ചിട്ടത് നനക്കും. എന്നിട്ട് ആ നനവോടുകൂടെ ഇല അങ്ങ് ഭക്ഷിക്കും. നല്ല നല്ല ഇലകളാണെന്ന് തോന്നുന്ന ഇലകളൊക്കെ വെള്ളത്തിലിട്ട് നനക്കും. എന്നിട്ട് ഭക്ഷണമായിട്ട് കരുതി ഞങ്ങൾ അങ്ങനെ ഭക്ഷിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഞങ്ങളൊരു യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോ ഒരു കടൽ തീരത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. ആ കടൽ തീരത്തതാ വലിയ മണൽ കൂന പോലെ, കൂമ്പാരക്കണക്കിന് മണൽ കൂട്ടിവെച്ചതുപോലെ ഒരു വസ്തുവിനെ കാണുന്നു. പോയി നോക്കുമ്പോ കടലിലെ വലിയൊരു ജീവിയാണ്. അംബർ എന്ന് പേര് വിളിക്കപ്പെടുന്ന വലിയൊരു ജീവി, വലിയൊരു മത്സ്യം. ചെറുതല്ല, വലുത്. അതങ്ങനെ വന്ന് കരക്കടഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആദ്യം കണ്ടപ്പോ പറഞ്ഞു, മൈത്തത്തുൻ, അതേതായാലും ചത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചത്താലും ഭക്ഷിക്കാലോ, മത്സ്യല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനിയിപ്പോ അത് അങ്ങനെ ചത്തുപോയി കരുതിയാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നഹ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. നിങ്ങളെല്ലാരും ഓരോ ഭാഗം എടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, 1 മാസം ഞങ്ങളത് ഭക്ഷണമായിട്ട് കഴിച്ചുകൂട്ടി. കുറച്ചൊന്നല്ല, 1 മാസം ഭക്ഷണമായിട്ട് കഴിച്ചുകൂട്ടി. 300 ആളുകൾ ഞങ്ങളുണ്ട്. ഞങ്ങളൊക്കെ നല്ലോണം തടിച്ചു കൊഴുത്തു. നല്ല ഭക്ഷണല്ലേ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഈ കിടക്കുന്ന ജീവിയുടെ
കണ്ണിന്റെ ഓട്ടയിൽ നിന്ന് അതിന്റെ മാളത്തിൽ നിന്ന് ഓട്ടയിൽ നിന്ന് പാത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ എണ്ണ കോരിയെടുക്കാറുണ്ട്. ആ ജീവിയിൽ അള്ളാഹു വെച്ച എണ്ണയാണ്. ചില മത്സ്യത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല നെയ്യ് കാണും. അത് ഞങ്ങൾ കോരിയെടുത്ത് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ടോ ഞങ്ങൾ ചട്ടിയിലേക്ക് അതിൽ നിന്ന് ഒഴിക്കും. ചില ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്ത് അതിന്റെ നെയ്യ് കൊണ്ട് തന്നെ അത് പൊരിച്ചെടുക്കും, എന്നിട്ട് ഭക്ഷിക്കും. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മദീനയിൽ തിരിച്ചു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങളിത് പറഞ്ഞു. ഈ ഭക്ഷിച്ച ഭക്ഷണം ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നറിയണം. അതാണ് ആദ്യത്തെ വിഷയം. തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഹുവ റിസ്ഖുൻ അഖ്റജഹുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി കടലിൽ നിന്ന് പുറപ്പെടുവിച്ച ഭക്ഷണമാണ്. കാരക്കയും തീർന്ന് വെള്ളത്തിൽ മുക്കിയ ഇലകളൊക്കെ ഭക്ഷിച്ചല്ലേ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി കടലിൽ നിന്ന് അല്ലാഹു പുറത്തെടുത്തു തന്നതാണ്. ആ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും നിങ്ങളെ കൂടെ ബാക്കിയുണ്ടോ? നല്ല ബർക്കത്തുള്ള ഭക്ഷണമാണ്, ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ച കുറഞ്ഞ മാംസങ്ങൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു എന്ന് ഹദീസിൽ കാണാം. പട്ടിണി വല്ലാത്ത വിശപ്പ് അനുഭവിച്ച് ക്ഷമ വിടാതെ മുന്നോട്ട് നീങ്ങി. പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അവസ്ഥ മാറാൻ പാടില്ല, ധാരണ തെറ്റാൻ പാടില്ല. അല്ലാഹു തആല എന്നെ ഈ രോഗത്തിലായിട്ട് ഇങ്ങനെ ഇടങ്ങേറായി ഇങ്ങനെ കെട്ടിയിരുന്നെന്തിനാ ചിന്തിക്കാൻ പാടില്ല. ആ രോഗത്തിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് ഖൈറുകൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് മറ്റു എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും സന്ദർശനവും. പിന്നെയോ ഒരുപാട് നന്മ ചിന്തിക്കാനുള്ള ഒരു നല്ല അടച്ചുറപ്പുള്ളൊരവസ്ഥ. രോഗിയായി നിൽക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നല്ലൊരു സന്തോഷതാണ്. അയാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതുവരെ നേരമില്ലായിരുന്നു, ഇപ്പൊ ഒരു നേരം കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം, പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റിയ നല്ല സന്ദർഭമാണ്. അള്ളാഹു രോഗം തരുന്നത് ഇങ്ങനെ കുറെ നിശ്ചയങ്ങൾ സ്വീകരിക്കാനും കുറെ കാര്യങ്ങൾ വിലയിരുത്താനുമാണ്. വൈയക്തികമായി സ്വീകരിക്കേണ്ട ഈ കാര്യങ്ങൾക്ക് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമാപൂർവം ജീവിക്കണം. അതെ, മറ്റുള്ള ആളുകൾക്കിടയിലും നിങ്ങൾക്കിടയിലും ഒരുപാട് പ്രതിസന്ധികൾ വരാം. അവിടെ സഹിക്കാനുള്ള ക്ഷമ നിങ്ങൾ സ്വീകരിക്കണം. കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് താഴ്ന്ന സ്വഭാവങ്ങൾ വരാം. ക്ഷമിക്കാനുള്ള കഴിവ് സ്വീകരിക്കണം. അയൽവാസികളിൽ നിന്ന് തരം താഴ്ന്ന സ്വഭാവങ്ങൾ വരാം. അടുത്ത കുടുംബക്കാരിൽ നിന്ന് വരാം. വസ്വാബിറൂ, ക്ഷമാപൂർവം നേരിടണം. ക്ഷമയോടുകൂടെ അവരെയും നന്നാക്കണം. ഒരാള് മര്യാദക്കേട് കാണിച്ചു, നിന്റെ പ്രായത്തിനും നിന്റെ സ്റ്റേജിനും ഒക്കാത്ത ചില സംസാരങ്ങൾ നടത്തി, അല്ലെങ്കിൽ തെറിയഭിഷേകം ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ മെസ്സേജുകളോ മറ്റോ അയച്ചു, എന്നാൽ അവന് പ്രതികരിക്കാതെ തിരിച്ചതേ നാണയത്തിൽ മറുപടി കൊടുക്കാതെ വിട്ടുവീഴ്ച കൊടുക്കുന്നതും ക്ഷമയാണ്. അവന്റെ വിവരക്കേട് കൊണ്ടാണ് ഒരുപക്ഷെ അവനാ പറഞ്ഞത് എന്ന നിലക്ക് നീ അതങ്ങ് ഒഴിവാക്കണം. തിരിച്ചു പ്രതികരിക്കാനില്ല, അവനോട് പറയാനും ഇല്ല. അറിവില്ലാത്ത ആളുകൾ പലതും വിളിച്ചു കൂവൂലേ, നീ അതിനൊന്നും പ്രതികരിക്കാൻ പോകരുത്. നിനക്ക് നേർക്ക് നേരെ മുന്നിൽ വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു, എന്നാലും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ കാരണം അവൻ കുടുങ്ങരുത്, അവനും രക്ഷപ്പെടണം, ഞാനും രക്ഷപ്പെടണം. അവനങ്ങ് ക്ഷമിച്ചു കൊടുക്കാം. ഇമാമിങ്ങളുടെ വീട്ടിൽ വന്ന്, അവരെ റൂമിൽ വന്ന്, അവരെ മുന്നിൽ വന്ന് മര്യാദക്കേട് കാണിച്ച ആളുകൾക്കൊക്കെ അവര് വല്ലാതെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വസ്വാബിറൂ, മറ്റുള്ളവരോട് ക്ഷമയോടെ വർത്തിക്കുക എന്ന അധ്യാപനം സ്വീകരിച്ചിട്ടാണ്. എത്ര ആളുകളെ സഹോദരങ്ങളെ ചീത്ത വിളിച്ചവരുണ്ട്, അടിച്ചവരുണ്ട്, ദിനേന വന്നിട്ട് ശല്യം ചെയ്തവരുണ്ട്. മര്യാദക്കേടല്ലേ, വലിയ മര്യാദക്കേടാണ്. പക്ഷേ വിട്ടുകൊടുത്തു, മാപ്പ് കൊടുത്തു.
എന്തിന്? ഇവര് കൊടുക്കുന്ന ക്ഷമ കൊണ്ട് അവർ നന്നാവുകയാണ്. അവർക്ക് ആ കൊടുക്കുന്ന ക്ഷമ കൊണ്ടോ ഈ മഹാന്മാർക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കുന്നു. അപ്പൊ ആ രൂപത്തിൽ പറഞ്ഞ ആളുകൾ നമ്മുടെ മനസ്സിലില്ലേ? പലരും ഇല്ലേ സഹോദരങ്ങളെ? അവർക്കങ്ങ് വിട്ടുവീഴ്ച കൊടുക്കുക. അതേ രൂപത്തിൽ തന്നെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള കഴിവും അതേ ക്ഷമാപൂർവം സ്വീകരിക്കേണ്ടതാണ്. നമുക്കൊരാവശ്യമുണ്ട്, നമ്മളെക്കാൾ ആവശ്യം നമ്മുടെ മറ്റുള്ള ആളുകൾക്കുണ്ട്. എന്നാൽ അയാൾക്കാകട്ടെ ആ കാര്യം എന്ന നിലക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വഹാബത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞു, സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കും. അവരിൽ ആവശ്യമുണ്ടെങ്കിലും തൽക്കാലം ഇപ്പൊ നമുക്ക് ക്ഷമിക്കാം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാം. ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് അവരെ വീട്ടിലേക്ക് ഞങ്ങൾ കൊടുക്കുന്ന അതിഥികളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ അവരെ വീട്ടിൽ അതിഥിക്ക് നേരത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഇന്ന് തൽക്കാലം നമുക്ക് വിശപ്പടക്കാം, അതിഥി ഭക്ഷണം കഴിച്ചു പോയിക്കോട്ടെ. ആ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശേഷണം എടുത്തു പറഞ്ഞു. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനല്ലേ പരിഗണിക്കുക? വീട്ടിൽ എന്തെങ്കിലും ഹദിയകൾ വന്നാൽ ആദ്യം തങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ പരിഗണിക്കും. ആരെ പരിഗണിക്കുക? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും സ്ഥാനവും ബഹുമാനവും അല്ലാഹു നൽകിയ അസ്ഹാബു സുഫത്തിനെ പരിഗണിക്കും. മദീനത്തെ പള്ളിയിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്കും കൊടുക്കാം. എന്നിട്ടാകാം നമുക്ക് ഉണ്ടെങ്കിലൊക്കെ നമുക്കാകാം എന്ന നിലക്കുള്ള പരിഗണന. അയൽക്കാരെ പരിഗണിക്കും, അയൽവാസികളെ പരിഗണിക്കും. നമുക്കിപ്പോ അത് ആവശ്യമില്ല, പക്ഷെ അയൽവാസിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ഒരു പരിഗണന. എനിക്കിപ്പോ അത് ആവശ്യമില്ല, എന്റെ കൂട്ടുകാരന് ആവശ്യമുണ്ടെന്ന് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ എത്ര മുന്തിച്ചതുണ്ട്, പരിഗണിച്ചതുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ കാണാം. അതേപോലെ തന്നെ അക്രമികൾക്ക് മാപ്പ് കൊടുക്കുക മറ്റുള്ളവരോട് ക്ഷമ പാലിക്കുന്നതിന്റെ മാർഗമാണ്. നന്മ കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും വസ്വാബിറൂ, ക്ഷമാപൂർവം മറ്റുള്ളവരോട് പെരുമാറുക എന്ന രൂപത്തിലുള്ളതിന്റെ മാർഗമാണ്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും അറിയാത്ത വിഷയങ്ങള് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങള് ആരെങ്കിലും വന്ന് പറയുമ്പോ അവരോട് ക്ഷമാപൂർവം സഹകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവരെ സംശയങ്ങൾ നീക്കിക്കൊടുക്കുന്നതും വസ്വാബിറൂ, ക്ഷമയോടെ വർത്തിക്കുക എന്നതിന്റെ പിന്നാലെ വരുന്നു. അവരെ മനസ്സിൽ നിന്ന് ആ സംശയങ്ങൾ നീക്കുന്ന രൂപത്തില് നല്ല തന്ത്രങ്ങൾ പ്രയോഗിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് 2 ജൂതന്മാർക്കാണ്, യഹൂദികൾക്കാണെന്ന് പറയും. സഹിക്കാൻ പറ്റാത്ത വാക്കാണ്. തങ്ങൾ 2 മക്കളെ കെട്ടിച്ചു കൊടുത്തത് യഹൂദികൾക്ക് എന്ന് പറയുന്ന സ്വഹാബിമാരെ പറ്റിയാണ്. ഈ മനുഷ്യനെ ഈ വാദത്തിൽ നിന്ന് മാറ്റണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികൾക്ക് മക്കളെ കെട്ടിച്ചെടുത്തിട്ടുണ്ടോ? ജൂതന്മാർക്ക്. ആരെ പറ്റിയാണ് ആ പറയുന്നത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, ആ മഹാന്മാരെ പറ്റി. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരെ ഇങ്ങനെ കാത്തു കഴിഞ്ഞു, ഇയാളെ ഒന്ന് തിരുത്തണം, തന്ത്രപൂർവം തിരുത്തണം. അതും വസ്വാബിറൂ എന്ന് പറഞ്ഞതിന്റെ മാർഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങളെ മുന്നിലെത്തിയപ്പോ ചോദിച്ചു, നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായ ഒരു മകളുണ്ടല്ലേ? ആ ഉണ്ട്. എങ്ങനെ ഇപ്പൊ തീരുമാനമുണ്ടോ? ഓ തീരുമാനമുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ അടുത്ത് നല്ലൊരു പുതിയാപ്പിളുണ്ട്, കെട്ടിച്ചു കൊടുത്താലോ? ആ കുഴപ്പമില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അദ്ദേഹം വീട്ടിൽ പോയി. എല്ലാവർക്കും സന്തോഷമായി, കാരണം ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ തരുന്ന പുതിയാപ്പിളല്ലേ. ആ പുതിയാപ്പിള എത്ര നല്ല പ്രാഗൽഭ്യവും എല്ലാ നിലക്കും തികഞ്ഞ ആളായിരിക്കുന്നതിൽ സംശയമല്ല. രണ്ടാമത് ഒരു തവണ കൂടി ആളെ വിളിച്ചിട്ട് ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, പുതിയാപ്പിള നല്ല ഉഷാറുള്ള ആളാണ്,
പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ആള് യഹൂദിയാണ് എന്ന് പറഞ്ഞു. ചൂതനാന്ന് പറഞ്ഞപ്പോഴേക്ക് ഇയാളെ ശരീരമൊക്കെ വിയർത്ത്, ഇയാളെ കണ്ണൊക്കെ ചുവന്ന് അയാൾ പറഞ്ഞു, യഹൂദിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനോ? അവിടെ അങ്ങോട്ട് ഹീറ്റായപ്പോ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനായ നിങ്ങളെ മകൾക്ക് ഒരു യഹൂദിയെ കെട്ടിച്ചു കൊടുക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ വെറുപ്പോടെ കാണുന്നുണ്ടെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെയാണ് ആ മനുഷ്യനാകെ പരിഭ്രമിച്ചു പോയത്. തൗബ ചെയ്യാൻ പറഞ്ഞു, മടങ്ങാൻ വേണ്ടി പറഞ്ഞു, ശരിയായ നിലയ്ക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയി. ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ദുർചിന്ത മാറ്റാനാണ് ഇമാമുൽ അബൂ ഹനീഫ തങ്ങൾ ഈ ഒരു തന്ത്രം പ്രയോഗിച്ചത്. സഹോദരങ്ങളെ, അങ്ങനെ ബാത്തിലായ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് പൊള്ളായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിലും മഹാന്മാരുടെ പേരിലും ധാരണപ്പിശകുകൾ വെച്ച് നടക്കുന്ന ആളുകളെ തന്ത്രപൂർവം തിരുത്തി നന്നാക്കുന്നതും വസാബിറൂ, മറ്റുള്ളവരോട് ക്ഷമാപൂർവം സഹകരിച്ച് തിരുത്തുക, അവരെ നന്നാക്കുക. അതുകൊണ്ടാണ് ആ നിലക്ക് ഉലമാക്കള് പ്രതികൂലികളുടെ സംശയങ്ങൾക്ക് നല്ല മറുപടികൾ കൊടുത്തവരെ തിരുത്തുന്നത്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തില് നല്ല മറുപടികൾ കൊടുത്തവരെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ മാത്രം നന്നായാ പോരല്ലോ, മറ്റുള്ളവരും നന്നാകണമെന്ന ചിന്ത വേണല്ലോ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വന്തത്തിൽ ക്ഷമ പാലിച്ചാൽ മാത്രം പോരാ, വസാബിറൂ, മറ്റുള്ളവരോട് ക്ഷമയോടെ സഹകരിക്കണം. അതില് തുടക്കത്തിൽ എണ്ണി പറഞ്ഞത് കുടുംബക്കാരെയാണ്. ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്. അവരോടൊക്കെ ക്ഷമയോടെ വർത്തിക്കണം. ക്ഷമയുടെ കുറവ് കൊണ്ട് പിണക്കം വരരുത്, തർക്കം വരരുത്, സംഘട്ടനത്തിലേക്ക് എത്തരുത്, കുടുംബ ഛിദ്രതയിലേക്ക് എത്തരുത്. നല്ല ക്ഷമയുണ്ടോ? എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും യേശി വരൂല, പിണക്കം വരൂല, ഛിദ്രത വരൂല, തമ്മിലടി വരൂല, വാക്ക് തർക്കങ്ങൾ വരൂല, എന്നേക്കുമായി കലഹങ്ങൾ ബാക്കി നിൽക്കൂല. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഗതി ഉണ്ടായാൽ മതി, ക്ഷമാപൂർവം കാര്യങ്ങൾ വിലയിരുത്താനുള്ള മനോഗതി ഉണ്ടായാൽ മതി. എന്നാൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ കഴിയും. എന്തിന്? നമ്മൾ കൊടുക്കുന്ന മാപ്പ് കൊണ്ട് അവരും നന്നാകണം, നമ്മളും നന്നാകണം. ആ ഒരൊറ്റ ചിന്ത കാരണമാണ്. സഹോദരങ്ങളെ, ഇൽമ് പഠിച്ച് ഉയർന്ന് വളർന്നു വരുന്ന ആലിമീങ്ങളില്ലേ, ആ ആലിമീങ്ങൾ ഉയർന്ന ദറജയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവർ തരണം ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പലരിൽ നിന്നും കിട്ടുന്ന പരീക്ഷണങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, മഹാനവർകൾ പറഞ്ഞു, ലാ യുകമ്മലു ആലിമുൻ ഫീ മഖാമിൽ ഇൽമി, ഇൽമിന്റെ സ്ഥാനത്ത് ഒരു ആലിമിനും കമാലിയത്ത് ലഭിക്കൂല, പൂർണ്ണത ലഭിക്കൂല, ഹത്താ യുബ്തലാ ബി അർബഇൻ, 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് വരെ ഏതൊരു ആലിമും ആ 4 പരീക്ഷണങ്ങളും സഹിച്ചു മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അയാൾ ഏറ്റവും ഉന്നതമായ ദറജയിലെത്തും. അയാളെ പിന്തുടരാൻ ധാരാളം വ്യക്തികൾ ഉണ്ടാകും, ഒരുപാട് അണികൾ ഉണ്ടാകും. ഒന്നാമതായിട്ടുള്ള പരീക്ഷണം ശമാതത്തുൽ അഅദാ, ശത്രുക്കളുടെ സന്തോഷം. എന്തെങ്കിലൊക്കെ ആ ഒരു പണ്ഡിതന് നേരെ എന്തെങ്കിലൊക്കെ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ കേസുകളോ മറ്റോ കേൾക്കുമ്പോ ശത്രുക്കൾ ഒരു ഭാഗത്തുനിന്ന് സന്തോഷിക്കുന്ന സന്തോഷം, അതേ മുൻഗാമികളിൽ എത്രയോ ആളുകൾ നമുക്കങ്ങനെ കാണാൻ കഴിയും. ആ ശത്രുക്കളെ സന്തോഷം വലിയൊരു പരീക്ഷണമാണ്. പലരും അത് എഴുതുന്നു, പാടുന്നു, പറയുന്നു, പല ഫിത്നകളും ഉണ്ടാക്കുന്നു. പല മഹാന്മാരെ പറ്റിയും മുൻഗാമികളിൽ ഉണ്ടാക്കിയിട്ടില്ലേ, അവരത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങി. അത് ആലിമീങ്ങളുടെ ഉയർച്ചയിൽ അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. മറ്റൊന്ന് മലാമത്തുൽ അസ്ദിഖാ, സ്വന്തം സുഹൃത്തുക്കൾ സതീർത്ഥ്യരായി പഠിച്ച ആളുകളിൽ നിന്ന് ആക്ഷേപം വരുന്നു.
എന്താ ആക്ഷേപം വരാൻ കാരണം? അയാൾക്കെന്താ അള്ളാഹു അത്ര ഉയർച്ച കൊടുക്കാൻ? കൂടെയാണല്ലോ ഞാനും പഠിച്ചത്, എനിക്കെന്താ അള്ളാഹു ഉയർച്ച തരാതിരുന്നത്? അപ്പൊ പിന്നുള്ള എല്ലാ കുറ്റങ്ങളും ഇങ്ങോട്ട് പറയാണ്, ആക്ഷേപങ്ങൾ ശാപങ്ങളൊക്കെ കിട്ടുകയാണ്. ഒരേ ഉസ്താദുമാരുടെ ശിഷ്യന്മാരായി പഠിച്ചവരാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള ആക്ഷേപം വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണവും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. നല്ല സ്വബർ പാലിക്കാതെ ഉയരാൻ കഴിയൂല. മൂന്നാമതായി വിവരം കുറഞ്ഞവരുടെ ആരോപണങ്ങൾ. വിവരം കെട്ട ആൾക്കാർ കണ്ടില്ലേ, ഇപ്പോഴും കാണാം. ആലിമ്യങ്ങളെ പറ്റി ഗീബത്തും നമീമത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആലിമ്യങ്ങൾക്ക് അല്ലാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. നാലാമത്തത് ഹസദിൽ ഉലമാ, പണ്ഡിതന്മാരെ ഭാഗത്തുനിന്ന് വരുന്ന അസൂയ, മൂത്ത അസൂയ. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് അസൂയ മൂത്തിട്ട് ഒരു പണ്ഡിതൻ ഒരു സദസ്സ് സംഘടിപ്പിച്ചു. എന്നിട്ട് ആ പണ്ഡിതൻ എന്തായിരുന്നു, അള്ളാഹുവേ ഷാഫി ഇമാം നിങ്ങളെ നീ വേഗം മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഇൽമൊന്നും പോകൂല. കാരണം ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ 10 കൊല്ലത്തെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു. പിന്നെ എങ്ങനെ ഇൽമു പോകാനാ? പക്ഷെ ഹസദ് മൂത്തിട്ടാണ് ദുആന്റെ മജ്‌ലിസ്. എന്തിനാ? മഴ കിട്ടാനോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ രോഗം മാറാനോ അല്ല. ഷാഫി ഇമാം തങ്ങളെ മരിപ്പിക്കണേന്ന് ദ്വാരക്കാൻ. ഇതല്ലേ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞത്, ഹസദുൽ ഫതാ ഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. ആ ചെറുപ്പക്കാരനോട് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർക്ക് വലിയ അസൂയ. കാരണം ഷാഫി ഇമാം തങ്ങളെ അധ്വാനം അവരെത്തിച്ചിട്ടില്ല. ഷാഫി ഇമാം തങ്ങളെ ശിഷ്യന്മാരെ പോലെ ശിഷ്യന്മാർ അവർക്ക് കിട്ടിയിട്ടില്ല. ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. അതുകൊണ്ട് തന്നെ കുറെ ആളുകള് ഷാഫി ഇമാം തങ്ങളെ എതിരാളികളായി, പ്രതികൂലികളായി. ചിലര് ചിന്തിക്കും ആരും എതിർക്കാത്ത ആളുകൾ മാത്രമേ വലിയ ആളുകളാകുള്ളൂ. അങ്ങനെ മനസ്സിലാക്കും. അങ്ങനല്ല. എതിർപ്പിന്റെ സ്വഭാവം ഒരു പരീക്ഷണമാണ്. എന്റെ വക എഴുതിക്കൊണ്ടൊന്നല്ല. ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാനവറുകൾ പറയാണ്, ഈ 4 പരീക്ഷണങ്ങളും ഒരു ആലിമിന്റെ ഇൽമിന്റെ മഖാമിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ വരുന്ന പരീക്ഷണങ്ങളാണ്. ഫൈൻ സബറ അലാ ദാലിക, 4 സഹനം ശീലിച്ചാൽ, ക്ഷമ പാലിച്ചാൽ, ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി, പിന്തുടരപ്പെടാൻ പറ്റുന്ന വലിയൊരു നേതൃത്വമാക്കി അള്ളാഹു ആ പണ്ഡിതനെ നിശ്ചയിക്കും. ആളുകൾക്ക് അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന വലിയൊരു മാതൃകാ പുരുഷനാക്കും. ഈ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് എത്രയെത്ര മഹാന്മാര് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോ മറ്റുള്ളവരോട് കാണിക്കേണ്ട ക്ഷമാപൂർവമുള്ള വിഷയം അതാണ്. വസ്വാബിറൂ, ക്ഷമ പാലിക്കണേ, മറ്റുള്ളവരോട് ക്ഷമയോടെ വർത്തിക്കണേ. വറാബിതൂ, നല്ല സന്നദ്ധത സ്വീകരിക്കണം. ഈ ക്ഷമ സ്വന്തത്തിൽ കൊണ്ട് നടക്കാനും മറ്റുള്ളവരോട് ക്ഷമ പാലിക്കാനും സ്വന്തം ശരീരത്തെ ഒന്ന് പിടിച്ചിരുത്താനുള്ള കഴിവില്ലേ, ആ കഴിവ് വേണം. അതാണ് റാബിത്തു. അതൊരു തീവ്ര പരിശ്രമമാണ്, തീവ്ര പരിശ്രമമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകുന്നൊരു പ്രതിരോധം. ഈ റാബിത്തു എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് നൽകിയ തഫ്സീറിൽ കാണാം. അതെ, ക്ഷമാപൂർവം ഇബാദത്തിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവാണ് അൽ മുദാവമതു ഫീ മകാനിൽ ഇബാദത്തി വസ്സബാത്. ആരാധന നടത്തുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കാനും പതിവായി ചെയ്യാനുള്ള കഴിവ്. ചെയ്യുന്ന ആരാധന വിട്ടുപോകുന്നില്ല, നിശ്ചയിച്ച് കരുതിയ ഇബാദത്ത് പൂർത്തിയാക്കാതെയും പോകുന്നില്ല. എന്താ, ഒരു ജുസു ഓതാൻ വേണ്ടിയിരുന്നു, പൂർത്തിയാണിന് മുമ്പ് നീച്ചു പോ, എന്നാ ഈ പറയുന്ന മുറാബത്ത് എത്തിയിട്ടില്ല. സന്നദ്ധത, സജ്ജീകരണം എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര പരിശ്രമമാണ്. കഠിന യത്നം, തീവ്ര യത്നം സ്വന്തം ശരീരത്തിന് കൊടുക്കുക. ഇരിപ്പുറപ്പിക്കാൻ കഴിയണം. നിശ്ചയിച്ച ഈ അമല് ചെയ്ത് പൂർത്തിയാക്കിയിട്ടല്ലാതെ അനങ്ങൂല, മാറൂല. ആ കഴിവ് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഈ മുറാബത്തെ വിശദീകരിച്ചിടത്ത് ചില ഹദീസിലൊക്കെ കാണാം, തഫ്സീറിലൊക്കെ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായാ, കുറ്റങ്ങൾ അല്ലാഹു മായ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹിദ് ദറജാത്ത്, അതുകൊണ്ട് അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ ഉയർത്തിത്തരും. കുറ്റകൃത്യങ്ങൾ അല്ലാഹു മായ്ച്ചു തരും. ഒന്ന് എണ്ണി പറഞ്ഞത് ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹി, പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും വുളൂ പൂർത്തിയാക്കിയെടുക്കാനുള്ള കഴിവ്. പ്രയാസമുള്ള ഘട്ടങ്ങളിൽ വുളൂ പൂർത്തിയെടുക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, വിശദമായി പറഞ്ഞാൽ, ഒന്ന് തണുപ്പ്, നല്ല തണുപ്പുണ്ട്, അവിടെ 3 പ്രാവശ്യം കഴുകി വുളൂ എടുക്കണം. വെള്ളം കുറവാണ്, എന്നാലും കിട്ടുന്നത് കൊണ്ട് 3 പ്രാവശ്യം കഴുകണം. അതിനുപയോഗിക്കാൻ കഴിയണം. കുറഞ്ഞ വെള്ളം കൊണ്ട് വുളൂ എടുത്ത് ശീലിക്കണം. വലിയ പ്രയാസം തന്നെ. ഒരു കുപ്പി വെള്ളം കൊണ്ട് വുളൂ ഒന്നായിട്ട് എടുക്കാൻ കഴിയും. സാധാരണ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് വുളൂ എടുക്കല്. ഒരു കുപ്പി വെള്ളം കൊണ്ട് വുളൂ എടുക്കണം. അത്രേ വെള്ളം കിട്ടാനുള്ളൂ. ആ എടുക്കുന്ന വുളൂ 3 പ്രാവശ്യം എടുക്കണം, 3 പ്രാവശ്യം കഴുകണം, കഴുകി ശീലിക്കണം. മറ്റൊന്ന് പ്രയാസമുള്ള നേരമാണ്, പക്ഷെ പൂർത്തിയാക്കി എടുക്കണം. ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, വുളൂവിന്റെ അവലുള്ള ദിക്റും ആഖിറിലെ ദിക്റൊക്കെ കഴിയുമ്പോഴേക്ക് വലിയ പ്രയാസാണല്ലോ. ഒക്കെ ചെല്ലണം, ചൊല്ലിയിട്ട് നിസ്കരിക്കാൻ അങ്ങോട്ട് കയറണം. ജമാഅത്തും കൂടി കിട്ടൂല, ഒരൊറ്റ ജമാഅത്തിന്റെ ഒരു ചെറിയ വകുപ്പും കൂടി കിട്ടൂല എന്ന് കാണുമ്പോ നീ വേണമെങ്കിൽ ആ ഫർദിലൊക്കെ ചുരുക്കിയിട്ട് ജമാഅത്തിന് പോയി പങ്കെടുത്തോ. സുന്നത്തായ നിലക്കൊരു ചുരുക്കം. അവിടെ തുടങ്ങിയിട്ടുള്ളൂ, ഇക്കാമത്ത് കൊടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. റക്അത്ത് 1, 2, 3 ഒക്കെ ഉണ്ട് മഗ്‌രിബിന്. ഇനിയൊരു പക്ഷെ അത് കഴിഞ്ഞാൽ വേറെയും ജമാഅത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ അവലും ആഖിറിലുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് പോയാൽ മതി. എങ്ങോട്ടാ അതിങ്ങനെ ഓടിപ്പോകുന്നത്? ഇത് പൂർത്തിയെടുക്കാനുള്ള കഴിവ്. പഴയ കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ ഉദു കൊടുത്താൽ ഈ ദിക്ർ 2 ഘട്ടത്തിലുള്ള ദിക്ർ പൂർത്തിയാക്കിയിട്ടല്ലാതെ അവർ മുന്നോട്ട് പോകൂല. അവർക്ക് ആ സന്നദ്ധത, ദീനിന്റെ വിഷയത്തിൽ ശരീരത്തെ പിടിച്ചിരുത്താനുള്ള കഴിവ് നല്ലോണം ഉണ്ടായിരുന്നു. അത് നല്ലോണം വേണം. രണ്ടാമത്തെ വിഷയം തീരെയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരത്തെ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ്. മഗ്‌രിബ് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇശാവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരുപാട് ആളുകളെ കാണാമായിരുന്നു. മഗ്‌രിബിന് വന്നതല്ലേ, ഇനിയിപ്പോ ആകെ അരമണിക്കൂർ 3/4 മണിക്കൂറേ ഉള്ളൂ. ഇശാ ബാങ്ക് കൊടുക്കാൻ കുറച്ചൊന്ന് ഓതട്ടെ. പതിവായി ഓതുന്ന ചൊല്ലുന്ന കുറെ ഔറാദുകളുണ്ട്, അതും ചൊല്ലിയിട്ട് ഇശാന്റെ ബാങ്കങ്ങ് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരത്തെയും കാത്തിരിക്കുന്ന സ്വഭാവം, അതും വലിയൊരു സന്നദ്ധതയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സമയവും ഒഴിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ, ഉമ്മമാരെ, മറ്റു തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇശായിന്റെ നിസ്കാരം വരെ കാത്തിരിക്കുന്നത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ളൊരു അമലാണ്. ബാക്കി കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നിസ്കാരക്കുപ്പായം ഇട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണ്ട. ദിക്റും ദുആവും കഴിഞ്ഞ് ആ കർമ്മങ്ങളിലേക്ക് നീങ്ങിക്കോളൂ. അത് മുടങ്ങിപ്പോകാൻ പാടില്ല. മൂന്നാമത്തത് കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളികളിലേക്കുള്ള കാലടിപ്പാടുകൾ അധികരിപ്പിക്കുക. പള്ളികളിലേക്ക് നോക്ക് നിങ്ങൾ, സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടി വന്നു. എത്ര പള്ളികളുണ്ട് 1 കിലോമീറ്ററിനുള്ളില്, പക്ഷേ ചവിട്ടടികൾ ഇന്ന് കുറവാണ്. ചവിട്ടടി വെച്ചു പോയാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. സുബ്ഹിക്ക് എല്ലാവർക്കും കഴിയും, ഇശായിന് കഴിയുന്നവരുണ്ട്, മഗ്‌രിബിനും ഒക്കെ കഴിയുന്നവരുണ്ട്. ആ പള്ളിയിലേക്കുള്ള നടത്തം അധികരിപ്പിക്കൽ. 3 പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്. ഈ 3 കാര്യങ്ങളുമാണ് റിബാത്ത്. റിബാത്ത് സന്നദ്ധത, അതുപോലെ തന്നെ സജീവത എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ആള് സജീവത ഉള്ള ആളാണെങ്കിൽ അയാളിൽ കുറച്ച് കാണാൻ പറ്റിയ അടയാളങ്ങളാണ് ഇതൊക്കെ. ഇതിലിപ്പോ നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായും പറഞ്ഞത്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടും ഒരു ഈമാനുള്ള മനുഷ്യന്റെ ബന്ധം ചെറിയൊരു ബന്ധമല്ല. വറാബിതു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹോദരങ്ങളെ ശരീരത്തെ പിടിച്ചു വെക്കാനുള്ള കഴിവ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരുപ്പുറപ്പിക്കാനുള്ള കഴിവ്.
ആ കഴിവ് നേടിയെടുക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തിരിപ്പിനുള്ള കഴിവ്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു വാച്ച്മാനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഈ കാവൽ നിൽക്കുന്നത്. രാവും പകലും ഒരു സ്ഥാപനത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന വാച്ച്മാനെ കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ ഇൽമ കിട്ടാൻ വേണ്ടി മുത്തല്ലിമീങ്ങൾ കാത്തിരിക്കുന്ന കാത്തിരിപ്പ്. അതെ, ഉസ്താദ് വരുന്ന സമയം വരെ കാത്തിരിപ്പ്. ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്തെല്ലാം കാത്തിരിപ്പുകൾ അല്ലാഹുവിന്റെ മാർഗത്തിലുണ്ട്. അതെല്ലാം നിങ്ങൾ നിങ്ങളെ ശരീരത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കുത്തിരിപ്പ് നടത്തണം. മൻ റാബത യൗമൻ വലൈലതൻ ഫീ സബീലില്ലാഹ്, ഒരു രാവും പകലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് കാത്തിരിപ്പിന് നമ്മുടെ ശരീരത്തെ വിനിയോഗിച്ചാൽ കാന കഅദ്ലി സിയാമി ശഹരിൻ വഖിയാമിഹി, ഒരു മാസത്തെ നോമ്പിനോട് ഒരു മാസത്തെ നിസ്കാരത്തിനോട് അത് സമാനമാകും, തുല്യമാകും. ചെറിയ മഹത്വമുള്ള കാര്യമല്ല, വലിയ മഹത്വമുള്ള കാര്യമാണ്. ശരീരത്തിന് നൽകുന്ന സന്നദ്ധത, ആ സന്നദ്ധത കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നല്ല സ്വബർ പാലിച്ച് ജീവിക്കണം, ക്ഷമാപൂർവം ജീവിക്കണം. ശരീരത്തെ ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചിരുത്താനുള്ള കഴിവ് അത് നേടിയെടുക്കുന്നവർ മറ്റു മാർഗങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ചെയ്യുന്ന അമല് പൂർത്തിയാക്കാൻ വേണ്ടി സജീവമായി സഹകരിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ദീനിന്റെ ഖിദ്മത്ത് നടത്തുന്ന ഖാദിമീങ്ങളെ, ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഒന്ന് കുത്തിരിപ്പ് നടത്തിയാൽ അത് വെറുതെ ആകുന്നില്ല. ആരെങ്കിലും ഒരാള് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അയാൾ വന്നിട്ടേ യോഗം തുടങ്ങൂ. അയാൾ എത്താൻ കുറച്ചു നേരം വൈകി. മുറുമുറുപ്പ് വേണ്ട, ഒന്നും വേണ്ട. വരാൻ കാത്തിരിക്കുന്ന ആളെ പറ്റി തിന്നു തീർക്കണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ വന്നിരിക്കുന്നത്. ക്ഷമാപൂർവം ശരീരത്തെ തടഞ്ഞിരുത്തിക്കോളൂ. അയാൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് വരാൻ അല്പം വൈകിയതാണ്. അയാൾ വന്നപ്പോ പറഞ്ഞു ചെറിയൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, പെട്ടെന്ന് വന്ന കേസാണ്, അതുകൊണ്ട് 1/2 മണിക്കൂർ വൈകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വെറുതെ ആകരുത്, ഇരുത്തം വെറുതെ ആകരുത്. 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് കൊടുക്കുന്നത് ഇന്നത്തെ കാലത്തൊരു മോശപ്പെട്ട പണിയായി തോന്നരുത്. അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുത്തിരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ പന്തലിന് വേണ്ടി, അവിടുത്തെ യുദ്ധങ്ങൾക്ക് വേണ്ടി, സമരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും കാവൽ നിൽക്കാനും മുന്നോട്ട് നിൽക്കുന്ന സ്വഹാബിമാരില്ലേ, അവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകാറുണ്ട്. ഈ ദുനിയാവിൽ ഈ 3 ഘട്ടങ്ങളിലൂടെയും ജീവിച്ച് വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിലായി ജീവിക്കണം, എന്നാൽ വിജയത്തിലേക്കെത്താം. മറ്റൊരു ഭാഷയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മഹാന്മാര് ഇസ്ബിറു, നിങ്ങൾ ക്ഷമ പാലിക്കുക എന്ന 1ാമത്തെ വചനത്തിന് ശരീഅത്തനുസരിച്ച് ജീവിക്കുക എന്നും, വസ്വാബിറു, മറ്റുള്ളവരോട് ക്ഷമാപൂർവം സഹകരിച്ച് അവരെ കൂടി നന്നാക്കുന്ന മേഖല സ്വീകരിക്കുക, അതിന് ത്വരീഖത്ത് എന്നും 2 മാർഗങ്ങളും സ്വീകരിച്ചാൽ വറാബിതു, അല്ലാഹുവിന്റെ മാർഗത്തിൽ മനസ്സിനെയും ശരീരത്തെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് നേടുന്നത് ഹഖീഖത്തായും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് അങ്ങനെയും തഫ്സീർ നൽകിയത് കാണാം. അല്ലാഹു നമുക്ക് നല്ല ക്ഷമ നൽകുമാറാകട്ടെ. നല്ല സുബർ വേണം, സുബർ നിൽക്കലും വിട്ടുപോകരുത്. സുബറാണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പരീക്ഷണത്തിനനുസരിച്ച്, ക്ഷമിക്കുന്നതിനനുസരിച്ച് അല്ലാഹു ദറജകൾ ഏറ്റിത്തരും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മുത്തറഫ് ബിൻ അബ്ദുല്ലാഹിൽ ഹർഷി റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ റബീ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോകാൻ. റബീ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോകുമ്പോൾ വെള്ളിയാഴ്ചയാണ്, ജുമയിലും പങ്കെടുക്കുക, മഹാനവറുകളെ കൂടെ ജുമയും നിസ്കരിക്കാന്ന് കരുതിയിട്ട് വെള്ളിയാഴ്ച പോകും.
ഞങ്ങൾ പോകുന്ന റൂട്ടിൽ ഒരു വലിയ മക്ബറയുണ്ട്. ആ മക്ബറയിൽ ഒരു ജനാസ ഖബറടക്കുന്നത് കണ്ടു. കിട്ടിയ നേരാണല്ലോ, ഒരു ജനാസ ഖബറെടുക്കുമ്പോൾ ഒന്ന് കൂടിക്കൊടുത്താൽ വലിയ കൂലിയല്ലേ. ഒന്ന് നിസ്കരിക്കാനും ഒന്ന് ഖബറെടുക്കാനൊക്കെ ഒന്ന് കൂടിക്കൊടുക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ ജനാസ ഖബറടക്കുന്നതിൽ ഞങ്ങളൊന്ന് പങ്കെടുത്തു. അങ്ങനെ വലിയ പുണ്യമുള്ള സംഗതിയാണത്. ജനാസ ഖബറടക്കുമ്പോൾ കുറച്ചാളുകളാണ് അവിടെ കൃത്യം നിർവഹിക്കുന്നതെങ്കിലും ഒന്ന് ഷാഹിദായി സാക്ഷിയായി കൊടുത്താൽ നമുക്കും കിട്ടും, ഫർള് കിഫായന്റെ കൂലിയൊക്കെ കിട്ടും. അത് ചെറിയൊരു സംഗതിയല്ല, വലിയ സംഗതിയാണ്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ കുറച്ചാളുകൾ അങ്ങോട്ട് ചെന്നു. ആ ഖബറടക്കം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഖബറിൽ നിന്ന് കുറെ അങ്ങോട്ട് വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം ഞാനങ്ങ് വളരെ തഖ്ഫീഫാക്കി, ചുരുക്കിയാ നിസ്കരിച്ചത്. ചുരുക്കി നിസ്കരിക്കാൻ ശരിക്ക് ഭദ്രമായി സുന്നത്തുകളൊക്കെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നത് എനിക്ക് തൃപ്തിപ്പെട്ടില്ല. ഒന്ന് ചുരുക്കി നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് 2 റക്അത്ത് ഞാനൊന്ന് ചുരുക്കി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇരുന്നൊന്ന് തൂങ്ങിയുറങ്ങിയപ്പോ നേരത്തെ ഖബറടക്കിയ ഖബറാളിയെ ഞാൻ കണ്ടു. ആ ഖബറാളി വന്നിട്ട് എന്നോട് സംസാരിക്കുന്നു. ഒരു 2 റക്അത്ത് നിസ്കാരം ഒന്ന് ഭദ്രമായി ഉറപ്പിച്ച് സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അല്ലേ? 2 റക്അത്തല്ലേ നിസ്കരിച്ചത്, അത് തന്നെ നിങ്ങൾ ചുരുക്കി കളഞ്ഞല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ അറിയുന്നില്ല, ചിന്തിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല. എന്നിട്ട് ആ ഖബറടക്കിയ ഖബറാളി മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നിങ്ങളെപ്പോലെ നിങ്ങൾ നിസ്കരിച്ച 2 റക്അത്ത് പോലെ ഞാനാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഞാനത് ഭദ്രമായി സുന്നത്തുകളും പാലിക്കേണ്ടതൊക്കെ പാലിച്ച് നന്നായി നിസ്കരിക്കുന്നത് ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാളും എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഖബറാളിയോട് ഞാൻ ചോദിച്ചു, ഇവിടെ കിടക്കുന്നത് ആരാണ്? ഖബറാളി പറഞ്ഞു, ഇവിടെ കിടക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ്, എല്ലാവർക്കും അള്ളാഹു വിവിധ ഖൈറ് നൽകിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, ഇവിടെ കിടക്കുന്നവരില് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് ആരാണ്? അപ്പോൾ ആ ഖബറടക്കിയ മനുഷ്യൻ ഒരാളെ ഖബറിലേക്ക് എനിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് ഉണർന്നു. ആ ചൂണ്ടിക്കാണിച്ചെന്ന ഖബറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ദ്വാരുന്നു, പടച്ചോനെ, ആ ഖബറാളിയെ നീ ഒന്ന് പുറത്തെടുത്ത് തന്നിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു. എന്താണ് അയാൾക്ക് ആ മഹത്വം കിട്ടാനുള്ള കാരണം എന്ന് ചോദിക്കാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു. ഒരു യുവാവാണ്, വയസ്സായിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഇക്കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ഖബറാളികളുടെ കൂട്ടത്തിൽ മഖബറയിൽ ഏറ്റവും സ്ഥാനമുള്ള ആള് നിങ്ങളാണോ? അങ്ങനൊക്കെ ആളുകൾ പറയുന്നുണ്ട്, എനിക്കാണ് ഏറ്റവും വലിയ ബഹുമാനം കിട്ടിയത്. എന്തുകൊണ്ടാ നിങ്ങൾക്ക് ബഹുമാനം കിട്ടിയത്? പ്രായം കൂടുതൽ നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, നിങ്ങൾ ചെറുപ്പക്കാരനാണല്ലോ, സുദീർഘമായ ഹജ്ജും ഉംറയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. കുറെ കാലത്തെ അമലും നിങ്ങൾക്കില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഖദുബ്തുലീതു ബിൽ മസാഇബി, ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിൽ വന്നിട്ടുണ്ട്, കുടുംബത്തിൽ വന്നിട്ടുണ്ട്, കൂട്ടുകാരിൽ വന്നിട്ടുണ്ട്, നാട്ടുകാരിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞാൻ ക്ഷമിച്ചു കളഞ്ഞു. ഒന്നിനും എനിക്ക് ക്ഷമയിലൊരു കുറവുണ്ടായിരുന്നില്ല. ഫബിദാലിക ഫുള്ളിൽതുഹും, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കിടക്കുന്ന ഖബറാളികളിൽ അള്ളാഹു എനിക്ക് വലിയ സ്ഥാനം തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ക്ഷമാപൂർവം ജീവിക്കണം. ക്ഷമ ഏറ്റവും കൂടുതൽ കയ്യിൽ പിടിച്ച് ശരീരത്തിൽ പിടിച്ച് കൂടെ കൊണ്ട് നടക്കേണ്ട സന്ദർഭത്തിലാ നമ്മളെ ജീവിതമുള്ളത്.
ദീനിന്റെ ഒരു കാര്യം നമ്മുടെ ശിആറ്, നമ്മുടെ കൂടപ്പിറപ്പായി കൊണ്ട് നടക്കാൻ ഏറ്റവും സാഹസികമായ രംഗങ്ങൾ നേരിടുന്ന സമയമാണ്. ഒരു ദീനിന്റെ അടയാളം കൊണ്ട് നടക്കുമ്പോ പരിഹാസവും മറ്റുമൊക്കെ പതുക്കെ പതുക്കെ പല ഭാഗങ്ങളിലും മുളച്ചു പൊന്തുന്ന സന്ദർഭമാണ്. ക്ഷമാപൂർവം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങണം. കുറഞ്ഞ കാലം സഹിച്ചാൽ മതി, കുറഞ്ഞ കാലം ക്ഷമിച്ചാൽ മതി. എന്നാൽ നീണ്ട കാലത്തെ സുഖം ആഖിറത്തിൽ അനുഭവിക്കാം. സ്വർഗം കൊടുത്തതും ക്ഷമയുടെ പേരിലല്ലേ. വജസാഹും ബിമാ സ്വബറു ജന്നതം വഹരീറാ. മഹാന്മാർക്ക് അല്ലാഹ് സ്വർഗം കൊടുത്തതിനെ പറ്റി ഖുർആനിൽ പറയുന്നത് വജസാഹും ബിമാ സ്വബറു, അവർ ക്ഷമിച്ചത് കൊണ്ട് അല്ലാഹു അവർക്ക് ഫലം നൽകി. ജന്നതം വഹരീറാ, നല്ല പട്ടുവസ്ത്രവും നല്ല സ്വർഗജീവിതവും നൽകി. അതുകൊണ്ട് ക്ഷമപൂർവം ജീവിച്ചുകൊണ്ട് മഹാന്മാര് ക്ഷമിച്ച തലങ്ങളിലൊക്കെ നല്ലോണം ക്ഷമ പാലിച്ച് നല്ല ക്ഷമയോടെ ഈമാനോടെ മുന്നേറണം. അള്ളാഹു വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.